ഓർഡർ ചട്ടം 130 അനുസരിച്ചുള്ള ചർച്ച. ശ്രീ എം വിജിൻ MLAക്ക് ഉപക്ഷേപം അവതരിപ്പിച്ച് സംസാരിക്കാവുന്നതാണ്. 15 മിനിറ്റ്. സർ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തിയ നെറ്റ് പരീക്ഷകളുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ ഞെട്ടിപ്പിക്കുന്ന ക്രമക്കേടുകൾ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും പ്രതീക്ഷകളും സ്വപ്നങ്ങളും തകർക്കുന്ന ഗുരുതരമായ സാഹചര്യം സംബന്ധിച്ച് ഈ സഭ ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. ശ്രീ എം വിജിൻ, അങ്ങേക്ക് 15 മിനിറ്റ് സംസാരിക്കാം. സമയകൃത്യത പാലിക്കണം. 2 മണിക്കൂറാണ്. സർ, മെച്ചപ്പെട്ട വിദ്യാഭ്യാസം, മെച്ചപ്പെട്ട ജോലി, മെച്ചപ്പെട്ട വരുമാനം, അതിലൂടെ മെച്ചപ്പെട്ട ജീവിതം എന്നത് ഒരു ശരാശരി ഇന്ത്യൻ കുടുംബത്തിൻ്റെ സ്വപ്നമാണ്. മത്സര പരീക്ഷയ്ക്ക് വർഷങ്ങൾ നീണ്ട തയ്യാറെടുപ്പ് നടത്തി ഒരു വിദ്യാർത്ഥി പരീക്ഷ എഴുതുമ്പോൾ ഒപ്പം സഞ്ചരിക്കുന്നത് കുടുംബത്തിൻ്റെ മനസ്സുകൂടിയാണ്. സർ, ലക്ഷക്കണക്കിന് മനസ്സുകളിൽ തീ കോരിയിടുന്ന അനുഭവമായി നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച മാറിയിരിക്കുകയാണ്. സർ, മെഡിക്കൽ പഠനത്തിന് അർഹത നേടാനുള്ള മത്സര പരീക്ഷയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന അഴിമതി കഥകളും ഉന്നതങ്ങളിലെ മാഫിയ ബന്ധങ്ങളും പൊതുസമൂഹത്തെ ആകെ തന്നെ ഞെട്ടിപ്പിക്കുന്നതാണ്. വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം കൊണ്ട് ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും വലിയ പൊതുപരീക്ഷയാണ് നീറ്റ്. MBBS, ഡെൻ്റൽ, ആയുഷ്, വെറ്റിനറി തുടങ്ങിയ മെഡിക്കൽ ബിരുദ കോഴ്സുകൾക്കുള്ള യോഗ്യതാ പരീക്ഷയാണ്. സർ, ശരിയുത്തരത്തിന് 4 മാർക്കും തെറ്റിന് 1 നെഗറ്റീവ് മാർക്കുമായി 180 ചോദ്യങ്ങൾക്ക് -180 മുതൽ +720 വരെയാണ് നേടാവുന്ന നീറ്റ് പരീക്ഷയിലെ സ്കോർ. ഈ പരീക്ഷാ നടത്തിപ്പ് 2013 ആരംഭിച്ചത് മുതൽ 2018 വരെ CBSEക്കായിരുന്നു നടത്തിപ്പ് ചുമതല. സർ, ഇവിടെ പ്രത്യേകമായി നാം കാണേണ്ടത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ വളരെ മാതൃകാപരമായി കുറ്റമറ്റ രീതിയിൽ നടത്തിയ പരീക്ഷയാണ്. കേന്ദ്ര ഗവൺമെൻറ് ഇടപെടലിലൂടെ അത് കേന്ദ്രീകരിക്കുകയും 2019 മുതൽ ദേശീയ തലത്തിലുള്ള പൊതുപരീക്ഷാ നടത്തിപ്പുകളുടെ ചുമതല സ്വതന്ത്ര ഏജൻസിയായ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഏറ്റെടുക്കുന്ന സാഹചര്യമുണ്ടായത്. സർ, നീറ്റ് പരീക്ഷ ആരംഭിച്ച 2013 7,17,127 കുട്ടികളാണ് അപേക്ഷിച്ചത്. 2024 അത് 24,06,079 കുട്ടികൾ. സർ, 13 നിന്ന് 2024 എത്തുമ്പോൾ 3 ഇരട്ടി വർധനവാണ് കുട്ടികളുടെ കാര്യത്തിൽ ഉണ്ടായത്. ഏറെ പ്രതീക്ഷയോടെ 24,06,079 വിദ്യാർത്ഥികൾ എഴുതിയ നീറ്റ് പരീക്ഷയുടെ നടത്തിപ്പിലും റിസൾട്ടിലും ഉത്തരവാദിത്തപ്പെട്ട NTA ഗുരുതരമായ വീഴ്ച മാർപ്പ് അർഹിക്കുന്ന ഒന്നല്ല. സർ, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്വതന്ത്ര സംവിധാനമായ NTA വിവിധ പരീക്ഷകൾ സർ, കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ നോക്കിയാൽ 1,23,00,000 വിദ്യാർത്ഥികളാണ് എഴുതിയത്. സർ, 1,23,00,000 സ്വപ്നങ്ങളാണ് സർ. എന്നാൽ ഈ ഏജൻസി നടത്തിക്കൊണ്ടിരിക്കുന്ന പല പരീക്ഷകളിലും പിഴവുകളും ക്രമക്കേടുകളും നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ദേശീയ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ JEE മെയിൻ പരീക്ഷയിൽ 1ാം സെഷൻ്റെ പേഴ്സൻറ്റേജ് നിർണയത്തിലുണ്ടായ പിഴവ്, നോർമലൈസേഷൻ രീതിയിലുണ്ടായ പിഴവ് നേരത്തെ തന്നെ വിമർശനം ഉയർന്നതാണ് സർ. ദേശീയ ബിരുദ പ്രവേശന പരീക്ഷ മെയ് 15 നടത്താൻ തീരുമാനിച്ചു. പക്ഷേ തൊട്ട് തലേന്ന് ഡൽഹിയിൽ പരീക്ഷ മാറ്റിവെച്ചു. തെറ്റായ ചോദ്യക്കടലാസ് നൽകിയ കാൺപൂരിൽ വീണ്ടും പരീക്ഷ നടത്തുന്ന സാഹചര്യമുണ്ടായി. സർ, നീറ്റിനെ പോലെ തന്നെ നെറ്റ് 11 ലക്ഷം വിദ്യാർത്ഥികളാണ് നെറ്റ് പരീക്ഷ എഴുതാൻ തയ്യാറായത്. ഈ വർഷത്തെ നെറ്റ് പരീക്ഷയ്ക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു സർ. PhDക്കുള്ള പ്രവേശനത്തിനുള്ള പരിഗണന നെറ്റ് യോഗ്യത എന്ന് വന്നതോടുകൂടി ഈ പരീക്ഷയുടെ പ്രാധാന്യം വർദ്ധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ സർ, ചോദ്യപേപ്പർ ലീക്കായതിൻ്റെ പേരിൽ നെറ്റ് പരീക്ഷ കൂടി റദ്ദാക്കുന്ന സാഹചര്യമുണ്ടായി എന്ന് നാം കാണണം. ബീഹാറിലാണ് ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായത്. ടെലിഗ്രാമിൽ ചോദ്യങ്ങൾ വരുന്നു. 6 ലക്ഷം രൂപ വരെയാണ് ചോദ്യങ്ങൾക്ക് വലിയ മാഫിയകൾ വാങ്ങിച്ചത് എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അതോടൊപ്പം ഈ വർഷത്തെ നെറ്റ് പരീക്ഷയെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമം കൂടി നടന്നു സർ.
അതിൽ ചില ചോദ്യങ്ങൾ അത് നാമെല്ലാം ചർച്ച ചെയ്തതാണ്, കണ്ടതാണ്. ഒരു ചോദ്യം അയോധ്യയിൽ പുതുതായി നിർമ്മിച്ച രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടന്ന തീയതിയാണ് സർ. മറ്റൊന്ന് തലയറ്റിട്ടും കുരുക്ഷേത്ര യുദ്ധം കണ്ട മഹാഭാരതത്തിലെ യോദ്ധാവ് ആരാണ് എന്നതായിരുന്നു സർ. മറ്റൊന്ന് രാമചരിത മാസത്തിൽ ഹനുമാൻ പ്രത്യക്ഷപ്പെടുന്ന ഖണ്ഡമേതാണ് എന്നാണ്. നിരവധി ചോദ്യങ്ങളുണ്ട് ഇത്തരത്തിൽ. നെറ്റ് പരീക്ഷയെ കാവ്യവൽക്കരിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ കൂടിയാണ് ഇത്തവണ നടന്ന നെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് നാം കണ്ടത് സർ. മറ്റൊരു പരീക്ഷയാണ് ഇന്റഗ്രേറ്റ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശന പരീക്ഷ, നാഷണൽ കോമൺ എൻട്രൻസ് സർ. ഇവിടെയും ക്രമക്കേടുകൾ ഉണ്ടായി. ആ പരീക്ഷയും വീണ്ടും നടത്തേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി എന്നതാണ് സർ. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് 6 സെൻട്രലായി പരീക്ഷ എഴുതിയ 1500ഓളം വിദ്യാർത്ഥികൾ തങ്ങൾക്ക് പരീക്ഷ എഴുതാൻ അനുവദിക്കപ്പെട്ട സമയം ലഭിച്ചില്ലെന്ന് പരാതിപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചതോടുകൂടിയാണ് വിവാദങ്ങളുടെ തുടക്കമുണ്ടാകുന്നത്. പരാതിക്കാർക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കാൻ കോടതി ഉത്തരവിടുന്നു സർ. ഫലം വന്നപ്പോൾ 720-ൽ 720 മാർക്ക് വാങ്ങി 67 പേർ ഒന്നാം റാങ്കിലെത്തി സർ. ശരി ഉത്തരത്തിന് 4 മാർക്ക്, തെറ്റിന് 1 മൈനസ് മാർക്ക് കണക്കാക്കിയാൽ 720 മാർക്ക് കഴിഞ്ഞാൽ കിട്ടാവുന്ന ഏറ്റവും ഉയർന്ന മാർക്ക് 716 സാർ. എന്നാൽ പലർക്കും 718-ഉം 719-ഉം മാർക്ക് നീറ്റ് പരീക്ഷയിൽ ലഭിച്ചു എന്നത് എത്രമാത്രം ഗൗരവമായ ഒരു കുംഭകോണമാണ് ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത് എന്ന് പുറത്തു വരികയാണ്. വ്യാപകമായ ക്രമക്കേടുകളും അഴിമതികളും പണമിടപാടുകളും നീറ്റ് 2024 മറവിൽ നടന്നിട്ടുണ്ട് സർ. രാഷ്ട്രീയത്തിലും അധികാര കേന്ദ്രങ്ങളിലുള്ള ഉന്നതരും വൻകിട ട്യൂഷൻ സെന്ററുകളും ചേർന്ന് നടത്തിയ വലിയ കൊള്ളയാണ് നീറ്റ് 2024 അഴിമതിയിലൂടെ പുറത്തു വരുന്നത് സർ. കുംഭകോണത്തിന് 2 പ്രത്യക്ഷ പ്രഭവ കേന്ദ്രങ്ങളാണ് പ്രധാനമായും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഒന്ന് ഗുജറാത്തിലെ ഗോദ്രയും മറ്റൊന്ന് ബീഹാറിലെ പട്നയുമാണ് സർ. ഗുജറാത്തിലെ ഗോദ്രയിലെ പരീക്ഷാ കേന്ദ്രമായ ജയ് ജൽറാം സ്കൂളിൽ നടന്നത് വലിയ അഴിമതിയും തട്ടിപ്പുമായിരുന്നു സർ. വൻകിട കോച്ചിങ് സെന്ററുകളും പരീക്ഷാ കേന്ദ്രങ്ങളിലെ സ്റ്റാഫും അടങ്ങുന്ന ഒരു സംഘം നടത്തിയ തട്ടിപ്പ് പുറത്തു വരികയുണ്ടായി. ലക്ഷങ്ങൾ മുടക്കാൻ താല്പര്യമുള്ള രക്ഷിതാക്കളോടും വിദ്യാർത്ഥികളോടും ഈ മാഫിയ പറഞ്ഞത് ബ്ലാങ്ക് പേപ്പർ മേശപ്പുറത്ത് വെച്ച് പോകാനാണ് സർ. വിദ്യാർത്ഥികൾ പോയതിന് ശേഷം ഈ മാഫിയയിലെ അധ്യാപകർ തന്നെ പരീക്ഷാ പേപ്പറിൽ കൃത്യമായി അടയാളപ്പെടുത്തൽ നടത്തി ശരിയുത്തരം എഴുതി ഈ വിദ്യാർത്ഥികളെ വിജയിപ്പിക്കുക എന്നുള്ളതാണ്. 2 കോടി രൂപ വരെ ഇതിൻ്റെ പ്രതിഫലം കൈപ്പറ്റി എന്നാണ് വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത് സർ. മറ്റൊരു അഴിമതിയുടെ കേന്ദ്രമുണ്ടായത് പട്നയിലാണ്. പട്നയിൽ പരീക്ഷയുടെ തലേ ദിവസം തന്നെ ചോദ്യപേപ്പർ ചോർന്നതായി വാർത്ത വരികയുണ്ടായി. ഒരു ക്രിമിനൽ സംഘം 35 പരീക്ഷാർത്ഥികളെ അടുത്തുള്ള ഒരു പ്ലേ സ്കൂളിൽ കൊണ്ടുപോയി ചോദ്യപേപ്പർ നൽകി പരിശീലനം നൽകിയായിരുന്നു. 30 ലക്ഷം വീതമാണ് രക്ഷിതാക്കൾ നൽകിയത് എന്ന വാർത്തയും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയുണ്ടായി സർ. 7 പേരെ കസ്റ്റഡിയിലെടുത്തു എന്നതും പുറത്തു വന്നിട്ടുണ്ട് സർ. ഇവിടെ NTA കേന്ദ്ര ഗവൺമെന്റോ ഉത്തരം പറയേണ്ടുന്ന നിരവധിയായ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് സർ. അതോടൊപ്പം നീറ്റ് പരീക്ഷ UG പരീക്ഷയിൽ ഹരിയാനയിലെ ഒരു കേന്ദ്രത്തിൽ നിന്ന് മുഴുവൻ മാർക്കും നേടിയ 6 പേരും പരീക്ഷ എഴുതിയത് BJP നേതാവിന്റെ കുടുംബ സ്കൂളിലെ സെന്ററിലാണ് സർ. ഈ കേന്ദ്രത്തിലെ 2 പേർക്കാണ് 718-ഉം 719 ഒരിക്കലും വരാത്ത ഒരു മാർക്ക് വന്നത് എന്നത് BJPയും കേന്ദ്ര ഗവൺമെന്റും ഇതിന് മറുപടി പറയേണ്ടതായിട്ടുണ്ട് എന്ന കാര്യത്തിലേക്ക് എത്തുകയാണ് സർ. അതോടൊപ്പം തന്നെ വളരെ ഗൗരവമായ ഒരു കാര്യം, ജൂൺ 4-നാണ് നീറ്റിന്റെ റിസൾട്ട് പ്രഖ്യാപിക്കുന്നത് സർ. നേരത്തെ തീരുമാനിച്ചത് 10 ദിവസത്തിന് ശേഷമായിരുന്നു, ജൂൺ 14-ാം തീയതി. എന്തിന് ജൂൺ 4-ന് നീറ്റ് പരീക്ഷയുടെ റിസൾട്ട് തീയതി പ്രഖ്യാപിക്കുന്നു? അന്ന് നമുക്കറിയാം നേരത്തെ തന്നെ പ്രഖ്യാപിച്ച രാജ്യത്തിന്റെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന തീയതിയാണ് ജൂൺ മാസം 4-ാം തീയതി. എന്തിന് ആ ദിവസത്തേക്ക് നീറ്റ് പരീക്ഷയുടെ റിസൾട്ട് എത്തിച്ചു? ധൃതി പിടിച്ച് റിസൾട്ട് ജൂൺ 4-ന് പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് റിസൾട്ട് ദിവസം നടക്കുന്ന ചർച്ചയിൽ നീറ്റ് റിസൾട്ട് മുങ്ങിപ്പോകണമെന്ന ഒരു വലിയ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നത്
കേന്ദ്ര ഗവൺമെന്റ് ഇതിന് കൃത്യമായ മറുപടി പറയേണ്ടതായി വരുന്നുണ്ട് എന്നതാണ്. സർ, ഇത് നേരത്തെ പ്ലാൻ ചെയ്ത അജണ്ടയാണ് എന്ന് തെളിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം തന്നെയാണ് ഈ റിസൾട്ട് തീയതി ജൂൺ 4 ആയത്. നീറ്റ് പരീക്ഷയിൽ കഴിഞ്ഞ വർഷം 2 ഒന്നാം സ്ഥാനക്കാരായിരുന്നു സർ. 2022-ലും 20-ലും 19-ലും ഒരാൾ മാത്രമാണ് സർ. ഇത്തവണ 67 ഒന്നാം റാങ്കുകാർ വരുന്നു എന്നത് മുൻപെങ്ങും കേട്ടുകേൾവിയില്ലാത്ത ഒരു കാര്യം തന്നെയാണ്. ജാർഖണ്ഡിലെ പരീക്ഷാ കേന്ദ്രത്തിൽ ചോദ്യപേപ്പർ ചോർന്നു എന്നാണ് മറ്റൊരു വാർത്ത. കുട്ടികൾക്ക് കൊടുക്കും മുന്നേ ചോദ്യപേപ്പറിന്റെ കവർ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് വരുന്ന വാർത്തകൾ. മറ്റൊന്ന് കണ്ടത് ഓട്ടോറിക്ഷയിലാണ് ജാർഖണ്ഡിലെ പരീക്ഷാ കേന്ദ്രത്തിലേക്ക് നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ കൊണ്ടുപോയത്. ഇത്രയും ഗുരുതരമായ വീഴ്ചയുണ്ടായിട്ടും NTA-യും കേന്ദ്ര ഗവൺമെന്റും ഒരു തരത്തിലുള്ള ക്രമക്കേടുകളും ഉണ്ടായിട്ടില്ല എന്നാണ് ആദ്യഘട്ടം മുതൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്. സർ, പുനഃപരീക്ഷ നടത്തി. 1563 813 കുട്ടികളാണ് പങ്കെടുത്തത്. 52% മാത്രം ഹാജർ. എന്തേ NTA അതിന് മറുപടി കൊടുക്കാത്തത്? സർ, ഇവിടെ പരീക്ഷാ മാഫിയക്ക് കൂട്ടുനിൽക്കുന്നത് കേന്ദ്ര ഗവൺമെന്റാണ്, BJP ആണ്. രാജ്യത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പൂർണ്ണമായും സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതി വൻ കച്ചവടത്തിന് സാധ്യത തുറന്നു വെച്ചത് BJP ഗവൺമെന്റാണ്, കേന്ദ്ര ഗവൺമെന്റാണ്. സർ, ദേശീയ വിദ്യാഭ്യാസ നയം 2020, ഞാനതിൻ്റെ ഉള്ളടക്കങ്ങളിലേക്കൊന്നും ഈ ഘട്ടത്തിൽ കടന്നു പോകുന്നില്ല. പക്ഷേ ദേശീയ വിദ്യാഭ്യാസ നയം 2020-നെതിരായിട്ടുള്ള വലിയ പ്രക്ഷോഭം രാജ്യത്ത് നടക്കുകയുണ്ടായി. ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. ഈ നയം വർഗീയ സ്വകാര്യവൽക്കരണത്തിലേക്ക് നയിക്കും എന്ന് ആ സമരങ്ങളിൽ മുദ്രാവാക്യമായി ഉയർത്തി. ആ കാഴ്ച തന്നെയാണ് നീറ്റ് പരീക്ഷയിലും നെറ്റ് പരീക്ഷയിലും ഉൾപ്പെടെ റിസൾട്ട് ഉൾപ്പെടെയുണ്ടായ ക്രമക്കേടിലൂടെ ഈ രാജ്യത്ത് തുറന്നു കാട്ടപ്പെടുന്നത്. സർ, രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിച്ചു. രാജ്യത്തിന്റെ ചരിത്രങ്ങളെ മാറ്റിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയുണ്ടായി. അങ്ങനെ എല്ലാ തലങ്ങളിലും രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനും സ്വകാര്യ കുത്തകകൾക്ക് വിദ്യാഭ്യാസത്തെ തീരെഴുതി കൊടുക്കാനുമുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ നയത്തിന്റെ ഭാഗമായി ഉണ്ടായ പ്രതിസന്ധി തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. സർ, ഒരു കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. സർ, കേരളം എന്നത് നമുക്കറിയാം വളരെ അഭിമാനകരമായ നേട്ടം കൈവരിച്ച ഒരു സംസ്ഥാനമാണ് വിദ്യാഭ്യാസ രംഗത്ത്. കേരളത്തിലെ നിരവധി കുട്ടികളുടെ ജീവിത പ്രതീക്ഷ കൂടിയാണ് ഇവിടെ അട്ടിമറിക്കപ്പെടുന്നത്. ഇന്നലെ നിയമസഭാംഗമായ ശ്രീ H. സലാം MLA-ക്ക് ഒരു കുട്ടി ഒരു കത്തയക്കുകയുണ്ടായി. സർ, അദ്ദേഹം എനിക്ക് ആ കത്ത് തരികയുണ്ടായി. ഞാൻ ഈ വർഷത്തെ നീറ്റ് പരീക്ഷ എഴുതി 680 മാർക്ക് സ്കോർ ചെയ്ത വിദ്യാർത്ഥിയാണ്. റിസൾട്ട് വന്നു കഴിഞ്ഞ് വളരെ സന്തോഷത്തോടെ മുന്നോട്ടുള്ള 5 വർഷത്തെ MBBS പഠനം സ്വപ്നം കണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഗ്രേസ് മാർക്ക്, പേപ്പർ ചോർച്ച മുതലായ പ്രശ്നങ്ങൾ ആളിക്കത്തിയത്. നല്ല മാർക്ക് കിട്ടിയിട്ടും സമാധാനമായിരിക്കാൻ ഞങ്ങൾക്കോ ഞങ്ങളുടെ കുടുംബങ്ങൾക്കോ ഇതുവരെ സാധിച്ചിട്ടില്ല. നല്ല റിസൾട്ട് കിട്ടിയാൽ ഞങ്ങൾക്ക് ഇനി ഒന്നുകൂടി നീറ്റ് എഴുതുക എന്ന് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. ആഘോഷങ്ങളിലൊന്നും പങ്കെടുക്കാതെ ഭക്ഷണവും ഉറക്കമൊക്കെ ഒഴിവാക്കി കഷ്ടപ്പെട്ട് വാങ്ങിച്ച മാർക്കാണ്. ആയതിനാൽ ഞങ്ങളുടെ മാനസിക വിഷമം കൂടി പരിഗണിച്ചുകൊണ്ട് സർ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു വിദ്യാർത്ഥിയുടെ നീറ്റ് പരീക്ഷയിൽ 650 മാർക്ക് വാങ്ങിച്ച കേരളത്തിലെ ഒരു കുട്ടിയുടെ വിഷയമാണ് സർ ഇവിടെ ബഹുമാനപ്പെട്ട MLA-ക്ക് നൽകിയത്. ഇവിടെ ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കുന്നു സർ. ഇത്രയും ഗൗരവമായ കുംഭകോണം നടന്നിട്ട് രാജ്യത്തെ മാധ്യമങ്ങൾ, കേരളത്തിലെ മാധ്യമങ്ങൾ അർഹതപ്പെട്ട രീതിയിൽ ഈ വിഷയം ചർച്ചയായി ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ടോ? ഇത് നോക്കൂ, +1 സീറ്റുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയിൽ അറിയിച്ചിട്ടുണ്ട്, ഒരു കുട്ടിക്കും സീറ്റ് ഇല്ലാതാകുന്ന സാഹചര്യം ഉണ്ടാകില്ല. പക്ഷെ ഇവിടുത്തെ മാധ്യമങ്ങൾ എടുത്ത രാഷ്ട്രീയം എന്താ? അവർ കുട്ടികളുടെ കണ്ണുനീരും രക്ഷിതാവിന്റെ കണ്ണുനീരും നോക്കാൻ പോയി. എന്തേ ഇവിടുത്തെ മാധ്യമങ്ങൾ നീറ്റ് പരീക്ഷയിൽ അർഹതപ്പെട്ട മാർക്ക് വാങ്ങിച്ച പ്രയാസത്തിൽ അനുഭവിക്കുന്ന കുട്ടികളുടെ കണ്ണുനീര് ചർച്ചയാക്കാൻ തയ്യാറാകാതിരുന്നത്? സംഘപരിവാർ സർക്കാരിനായി വായ്പൊത്തി എന്തിനാണ് നിങ്ങൾ നിൽക്കുന്നത്? നീറ്റിൽ ആരാണ് നീചരെന്ന ചോദ്യം നിങ്ങൾ ചോദിക്കാത്തത്? ആ ചോദ്യം ചോദിച്ചാൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയിലേക്ക് ഉൾപ്പെടെ നിങ്ങൾക്ക് ഉത്തരം എത്തിക്കേണ്ടി വരുമെന്നിടത്ത് നിങ്ങൾ എന്തിന് മൗനം പാലിച്ചു എന്ന ചോദ്യം കൂടി കേരളത്തിലെ മാധ്യമങ്ങൾ ഇവിടെ മറുപടി പറയേണ്ടി വരും. സർ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. സർ, നിറം കെട്ടുപോകുന്ന രാജ്യമായി ഇന്ത്യ മാറുകയാണ്. ലോകത്തിന് മുന്നിൽ ഇന്ത്യ നാണം കെടുകയാണ്. ശാസ്ത്രത്തിന് പകരം അന്ധവിശ്വാസങ്ങളെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഇന്ത്യ നാണം കെട്ടു. ഭക്ഷണത്തിന്റെ പേരിൽ മനുഷ്യനെ കൊലപ്പെടുത്തി ലോകത്തിന് മുന്നിൽ ഇന്ത്യ നാണം കെട്ടു. വാർത്തയുടെ പേരിൽ ഇന്ത്യ നാണം കെട്ടു. ഇതാ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും ഈ കുംഭകോണത്തിലും
ലോകത്തിന് മുന്നിൽ Yes, please. സർ ഇന്ത്യ നാണം കെടുകയാണ്. ഒരു മത്സര പരീക്ഷ സുരക്ഷാ ക്രമീകരണങ്ങളോടെ നടത്താൻ കഴിയാത്തവർ സർ എങ്ങനെയാണ് രാജ്യത്തിന് സുരക്ഷ